ഇരുപത്തിരണ്ട് എപ്പിസോഡ് 56ലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. കഥ തുടങ്ങുമ്പോൾ നേത്ര എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഇനി മുതൽ ഈ പാലസിൽ രാജാവും റാണിയും ഒന്നുമില്ല. ഇവിടെ ഉള്ളവരെല്ലാവരും മാലിക്കിന്റെ ജോലിക്കാർ മാത്രമാണ്. മാലിക് പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിക്കണം, ഇല്ലെങ്കിൽ എന്ന് നേത്ര പറയുന്ന സമയം അവിടേക്ക് വരുന്ന മാലിക്, നിക്കിക്ക് ഇതൊന്നും ബാധകമല്ല, നിക്കി ഈസ് മൈ പ്രഷ്യസ്, നിക്കി മാലിക്കിന് പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് കേൾക്കുന്ന നേത്ര എല്ലാം മനസ്സിലായി മാലിക് എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ശേഷം മാലിക് മഹാചെകുത്താനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടേക്ക് മഹാചെകുത്താൻ വരികയാണ്. മാലിക്കിനെ കാണുന്ന മഹാചെകുത്താൻ, നിന്റെ ആഗ്രഹം പോലെ സ്വർണ്ണപ്രഭയെ നീ കണ്ടുപിടിച്ചു, ഇനി നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന മാലിക്, എനിക്ക് ഈ ലോകം മുഴുവൻ എന്റെ കൺട്രോളിലാക്കണം, ഈ ലോകം ഭരിക്കുന്ന മാലിക് ആവണം എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മഹാചെകുത്താന് ദേഷ്യം വരികയാണ്. മഹാചെകുത്താൻ മാലിക്കിനോട്, നീ എന്റെ സേനാപതിയാണ്, ഞാനാണ് ഈ ലോകം ഭരിക്കാൻ പോകുന്നത്, നീ ഫൂറൻകട്ട് മാത്രം ഭരിച്ചാൽ മതി എന്ന് പറയുന്നത് കേട്ട് മാലിക്കിന് ദേഷ്യം വരികയാണ്. എന്നാലും അതൊന്നും മുഖത്ത് കാണിക്കാതെ ചിരിച്ചു നിൽക്കുകയാണ് മാലിക്. ഈ സമയം മറുവശത്ത് നേത്ര പീയൂഷിന്റെ അച്ഛനും അമ്മയ്ക്കും ആരോഹിക്കും പീയൂഷിനും താമസിക്കാനുള്ള റൂം കാണിച്ചു കൊടുക്കുകയാണ്. ഇനി മുതൽ ഈ റൂമിലാണ് ജോലിക്കാർ കഴിയേണ്ടത് എന്ന് പറയുകയാണ് നേത്ര. ശേഷം മാലിക്കിന് വേണ്ടി എല്ലാവരും ഫുഡ് എടുത്ത് വെക്കുകയാണ്. നേത്ര നിക്കിയോട് ഒരു ജോലിയും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നിക്കിയെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അവിടേക്ക് മാലിക് വരികയാണ്. മാലിക്കിനെ കാണുന്ന എല്ലാവരും മുട്ടുകുത്തി ഇരിക്കുകയാണ്. പീയൂഷ് മാത്രം ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് മാലിക് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മാലിക് നിക്കിയെ നോക്കി, ഇന്ന് രാത്രി നിക്കിയുമായി എന്റെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. പീയൂഷ് ദേഷ്യത്തോടെ മാലിക്കിനോട്, നിക്കി എന്റെ ഭാര്യയാണ് എന്ന് പറയുന്നത് കേൾക്കുന്ന മാലിക്, നീ തന്നെ നിന്റെ ഭാര്യയെ എന്റെ റൂമിൽ കൊണ്ടുവരണമെന്ന് പറയുകയാണ്. അത് കേട്ട് ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ കരയുകയാണ് പീയൂഷ്. ശേഷം റൂമിൽ വരുന്ന പീയൂഷ് അച്ഛനോട് വയലന്റായി സംസാരിക്കുകയാണ്. അത് കേൾക്കുന്ന ആരോഹി പീയൂഷിനോട്, എന്റെ ഹസ്ബൻഡായ നിന്റെ സഹോദരനെ മാലിക് കൊന്നു, അപ്പോൾ നിനക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, നിക്കിയുടെ കാര്യത്തിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന സമയം അവിടെ വരുന്ന നിക്കി, ഞാൻ മാലിക്കിന്റെ അടുത്ത് പോകുമെന്ന് പേടിച്ച് പറയുകയാണ്. അത് കേട്ട് വിഷമം വരുന്ന പീയൂഷ് നിക്കിയോട്, നിനക്ക് വട്ടാണോ നിക്കി, നീ പറയുന്നത് ബോധത്തോടെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിക്കി, ഞാൻ കാരണമാണ് മാലിക് തിരിച്ചു വന്നത്, പ്രതീക്ഷയേട്ടൻ മരിച്ചതിന് കാരണക്കാരി ഞാനാണ്, ഇനി പീയൂഷിനും കൂടി ഞാൻ കാരണം ഒന്നും സംഭവിക്കാൻ പാടില്ല, അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് നിക്കി വിഷമത്തോടെ പറയുന്നത് കേൾക്കുന്ന പീയൂഷ്, പോവല്ലേ നിക്കി എന്ന് പറഞ്ഞ് കെഞ്ചി കരഞ്ഞു പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. പുറകെ പോകാൻ ശ്രമിക്കുന്ന പീയൂഷിനെ പീയൂഷിന്റെ അച്ഛൻ തടയുകയാണ്. പീയൂഷ്, നിക്കി പോവല്ലേ എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ്. തുടർന്ന് നിക്കി മാലിക്കിനെ കാണാൻ പോവുകയാണ്. നിക്കിയെ കാണുന്ന മാലിക്, വർഷങ്ങൾക്ക് മുമ്പ് സ്വർണ്ണപ്രഭയെ സ്വന്തമാക്കണമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ സ്വർണ്ണപ്രഭ അതിനെ എതിർത്തു, നീയും അങ്ങനെ എന്തെങ്കിലും പറയാനാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന നിക്കി, ഞാൻ സമ്മതിക്കാം, പക്ഷെ അതിന് പകരമായി പ്രതീഷിന്റെ ചിത കത്തിക്കാനുള്ള അനുവാദം അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നത് കേൾക്കുന്ന മാലിക്, നീ എന്റേതാകുമെങ്കിൽ ഞാൻ പ്രതീഷിന്റെ ചടങ്ങ് ചെയ്യാൻ പെർമിഷൻ തരുന്നു എന്ന് മാലിക് പറയുന്നത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിക്കി. ശേഷം പാലസിൽ പ്രതീഷിന്റെ ചടങ്ങ് നടക്കുകയാണ്. നിക്കി പ്രതീഷിനെ കാണാൻ അടുത്ത് പോകുന്നത് തടയുകയാണ് പീയൂഷ്. മാലിക്കിന്റെ അടുത്ത് പോകുമെന്ന് നിക്കി പറഞ്ഞതിലുള്ള ദേഷ്യത്തിലാണ് പീയൂഷ് നിക്കിയോട് അങ്ങനെ പറഞ്ഞത്. പീയൂഷ് പറഞ്ഞത് കേട്ട് നിക്കി കരയുകയാണ്. തുടർന്ന് പ്രതീഷിന്റെ ചിത കത്തിക്കുകയാണ്. ഈ സമയം ഫസ്റ്റ് നൈറ്റിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് നിക്കി. ഒരുങ്ങി കഴിയുന്ന നിക്കി വിഷമം കൊണ്ട് കരയുകയാണ്. അപ്പോൾ അവിടേക്ക് നിക്കിയെ വിളിച്ചുകൊണ്ട് പോവാൻ നേത്ര വരികയാണ്. നേത്ര നിക്കിയോട്, നീ ഇന്നു മുതൽ മാലിക്കിന് മാത്രം സ്വന്തമാണെന്ന് പറയുന്നത് കേട്ട് നിക്കി കരയുകയാണ്. ഇതേ സമയം മാലിക് കുറച്ച് ചെകുത്താൻ മൃഗങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് മാലിക് ആ മൃഗങ്ങളോട്, ചെകുത്താന്മാരായാലും ദൈവങ്ങളായാലും ആരും ഈ ഫൂറൻകട്ടിൽ വരാൻ പാടില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ചെകുത്താൻ മൃഗങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം പ്രതീഷിന്റെ ചിതാഭസ്മമായി പീയൂഷ് പാലസിൽ വരുമ്പോൾ കാണുന്നത് കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങി വരുന്ന നിക്കിയെയാണ്. ആ കാഴ്ച കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് പീയൂഷ്. നിക്കി പീയൂഷിന്റെ അടുത്ത് പോകുമ്പോൾ ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ പീയൂഷ് നിക്കിയുടെ അടുത്ത് പോയിട്ട് നിക്കിയോട്, നീ എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ സ്വർഗത്തിലാണ് ജീവിച്ചിരുന്നത്, ഇപ്പോൾ നീ എന്നെ നരകത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോവുകയാണ് നിക്കി, നീ എന്റെ അഭിമാനമായിരുന്നു, ഇങ്ങനെ എന്നെ വേദനിപ്പിക്കാനായിരുന്നു എങ്കിൽ എന്നെ നരകത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടായിരുന്നു, ഐ ഹേറ്റ് യു നിക്കി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പീയൂഷ് അവിടെ നിന്ന് പോകുന്നു. പീയൂഷ് പോകുന്നത് കണ്ട് നിക്കിയും കരയുകയാണ്. തുടർന്ന് നേത്ര നിക്കിയെയും കൊണ്ട് മാലിക്കിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയം സ്വർണ്ണപ്രഭയുടെ ഫോട്ടോയിൽ നോക്കി നിൽക്കുകയാണ് മാലിക്. സ്വർണ്ണപ്രഭയുടെ ഫോട്ടോയിൽ നോക്കി മാലിക്, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ 1000 വർഷങ്ങൾ കാത്തിരുന്നു, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് മാലിക് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. ആ പെൺകുട്ടി നിക്കിയാണെന്ന് വിചാരിക്കുന്ന മാലിക് ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി അവളെ ചേർത്ത് പിടിക്കുകയാണ്. പേടിക്കുന്ന ആ പെൺകുട്ടി അലറി വിളിക്കുകയാണ്. മാലിക് ആ പെൺകുട്ടിയെ തൊടുമ്പോൾ ശരീരം മുഴുവൻ പൊള്ളി ആ പെൺകുട്ടി മരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മുഖം കാണുന്ന മാലിക് നിക്കി അല്ലെന്നറിഞ്ഞ് മാലിക് അലറി വിളിക്കുകയാണ്. ആ സമയം അവിടേക്ക് നേത്രയെ നിക്കിയെ കൊണ്ടുവരികയാണ്. മാലിക് നിക്കിയോട് അവിടെ നിന്ന് പോകാൻ ദേഷ്യത്തോടെ പറയുകയാണ്. മാലിക് പറയുന്നത് കേൾക്കുന്ന നിക്കി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് നേത്ര മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയെ നോക്കി, ഈ പെൺകുട്ടിയെ ഞാൻ ഇവിടേക്ക് വിട്ടത് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാലിക്, ഇവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നേത്ര ചോദിക്കുമ്പോൾ മാലിക് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അത് കേൾക്കുന്ന നേത്ര മാലിക്കിനോട്, നിക്കി എന്തിനാണ് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന മാലിക്, ഈ സാധാരണ പെൺകുട്ടിക്ക് എന്റെ ശരീരത്തിന്റെ ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിക്കിക്കും അതിന് കഴിയില്ല, നിക്കി ഇപ്പോൾ സാധാരണ ഒരു പെൺകുട്ടിയാണ്, അവൾ സ്വർണ്ണപ്രഭയായാൽ മാത്രമേ എനിക്ക് നിക്കിയെ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ, നിക്കിക്കും സ്വർണ്ണപ്രഭയെ പോലെ മായാശക്തികൾ ഉണ്ടാവണം, അതിന് എന്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറയുകയാണ് മാലിക്. മാലിക്കിന്റെ മനസ്സിലെ പ്ലാൻ എന്തെന്ന് അറിയാൻ നെക്സ്റ്റ് എപ്പിസോഡ് ഇടുന്നവരെ
വെയിറ്റ് ചെയ്യണേ. താങ്ക്